Hi friends, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. I am ഹാരിസ് കൊടുങ്ങല്ലൂർ. ഞാനിന്നിവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ഫിഷ് ഫ്രൈയുമായിട്ടാണ്. അപ്പോൾ 3 ഫിഷാണ് നമ്മളിവിടെ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3 ഫിഷ് എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നല്ല അടിപൊളി കിടിലം മസാലയൊക്കെ ഇട്ടിട്ട് നമുക്ക് അവനങ്ങോട്ട് പൊരിച്ചെടുക്കാം. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആ 3 ഫിഷ് മസാല തയ്യാറാക്കാനായിട്ട് നമ്മൾ ചെറിയ ജാറ് എടുത്തിട്ടുണ്ട്, അരയ്ക്കുന്ന ജാറ്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു നാരങ്ങ മുഴുവനായി പിഴിഞ്ഞ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആ കൂട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ കണക്കിന് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കണക്കിന് പെരിഞ്ജീരകത്തിൻ്റെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ വിനെഗർ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ മീൻ 1.5 കിലോത്തോളം വെയിറ്റ് ഉണ്ട്. ആ കണക്കിനാണ് നമ്മൾ മസാല തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ മസാല നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ മേലെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ മസാല പുരട്ടാനായിട്ട്. ഇനി ഇതുപോലെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് മസാല തേച്ച് കൊടുക്കാം. മസാല എല്ലായിടത്തും നന്നായി പറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ 3 ഫിഷ് മസാലയിലൊക്കെ കുളിച്ച് റെഡി ആയിരിക്കുന്നുണ്ട് എണ്ണയിലേക്ക് ചാടാനായിട്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ മീൻ മസാല പുരട്ടി വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കണ്ടേ? അതിന് വേണ്ടി ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. മീൻ ഫ്രൈ ആയി വരുമ്പോൾ അതിൻ്റെ ഒപ്പം ഇത് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പില മൊരിഞ്ഞ് വരുന്നതിന് മുമ്പ് നമുക്ക് മീൻ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. കുറച്ചുകൂടി മസാല ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ നമുക്ക് ഇങ്ങനെ പുരട്ടി കൊടുക്കാം. ഒരു സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ മറിച്ചിടാൻ നോക്കാം.
നല്ല വെയിറ്റ് ഉണ്ട്, 1.5 കിലോത്തോളം വെയിറ്റുള്ള മീനാണിത്. അപ്പോൾ മറിച്ചിടാൻ നമുക്ക് ശ്രമിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു കണക്കിന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇവിടെ കിടന്ന് മൊരിയട്ടെ. അപ്പോൾ നമ്മുടെ മൂൺ ഫിഷ് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.